പാരീസിലെ ലൗറെ മ്യൂസിയം ലോകപ്രശസ്തമാണ്. അവിടെ ഒരു വലിയ മോഷണം നടന്നു. 7 മിനിറ്റ് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഡയമണ്ടും അതുപോലെയുള്ള വസ്തുക്കളും അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നു. 7 മിനിറ്റ് കൊണ്ടാണ് മോഷണം പോയത്. പാരീസിലുള്ള ലൗറെ മ്യൂസിയം ഏകദേശം 90 ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം അവിടെ കാണാൻ വരുന്നുണ്ട്. നെപ്പോളിയൻ്റെ ഭാര്യയുടെ ആ ക്രൗണ്, ആ രാജ്ഞിയുടെ നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയുടെ ആ തലയിൽ ചൂടുന്ന ക്രൗണ് അതിരിക്കുന്ന സ്ഥലമാണ്. അത് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അത് താഴെ വീണു ഡാമേജ് വന്ന് കിടക്കുന്നതായിട്ടും കണ്ടു. ഞായറാഴ്ച രാവിലെ 9:30 മണിക്കാണ് മോഷണം. അതുപോലെ ആംഡ് പട്ടാളക്കാർ 24 മണിക്കൂർ ഈ മ്യൂസിയത്തിന് ഒപ്പം റോന്തി വിട്ടുന്നു. അവിടെ ഡാവിഞ്ചിയുടെ മോണോലിസ അത് സൂക്ഷിക്കുന്ന ഈ പാരീസിലാണ്. ലോകപ്രശസ്തമായ ഡാവിഞ്ചി എന്ന ആളുടെ മോണോലിസ പെയിൻറ്റിങ് അവിടെയാണ് ഇരിക്കുന്നത്. ആ കള്ളന്മാർ അതിനടുത്തുള്ള അപ്പോളോ ടവർ അവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തുള്ള ലൗറെ മ്യൂസിയത്തിൻ്റെ അടുത്ത് ഒരു അപ്പോളോ എന്ന് പറഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ ആണ് ഇവർ വന്നത്. രാവിലെ 9:30 തന്നെ വന്നു. ഈ ആൾക്കാർ വന്ന് കയറുന്നതിന് തൊട്ട് മുമ്പ് 9:30 ആ വഴി വന്ന്. അപ്പം അതിനകത്ത് ജീവനക്കാരില്ല. രാത്രിയിലല്ല കയറിയിരിക്കുന്ന, പകലാണ്, ഡേ ലൈറ്റിലാണ്. അവർ ആ വഴി വന്നിട്ട് അവരുടെ കയ്യിൽ വലിച്ചു നീട്ടാവുന്ന ഒരു ഏണി ലാഡറുണ്ട്. കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാം. എത്ര നില വേണേലും വലിച്ചു നീട്ടിക്കൊണ്ട് കയറാം. അങ്ങനെ ഒരു ഏണിയായിട്ടാണ് അവർ വന്നത്. അവർ ഗാലറിയിൽ ജൂവലറി വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് വിലപിടിപ്പുള്ള, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഡയമണ്ടുകൾ ഇരിക്കുന്ന അവിടാണ്. അവിടുന്ന് കുറേയൊക്കെ പോയി. എന്ത് മോഷണം പോയി, എത്രത്തോളം പോയി എന്നറിയില്ല. അവർ അബദ്ധത്തിൽ കയ്യിൽ നിന്ന് താഴെ പോയത്, ഗാലറിയുടെ മുകളിൽ നിന്ന് താഴെ പോയ നെപ്പോളിയൻ്റെ ഭാര്യയുടെ അവരുടെ കിരീടമാണ്. അത് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച രാജ്ഞിയുടെ കിരീടമാണ്. 1354 ഡയമണ്ട് അതിൽ പതിച്ചിട്ടുണ്ട്. 56 എമറാൾഡ് സ്റ്റോൺസ് ഉണ്ട്. എമറാൾഡ് സ്റ്റോൺസ് നമുക്കറിയാം, പച്ച കളറുള്ള ഡയമണ്ടാണത്. അതിനകത്ത് ക്രോമിയവും വനാഡിയവും ഒക്കെ ചേർന്ന ചെറിയ ട്രേസസ് ഉള്ളതുകൊണ്ട് വേറെ ചില കളറൂടെ ആ എമറാൾഡ് ആ ഡയമണ്ടിനകത്ത് കയറി ഇറങ്ങി വരും. എന്നാലും പൊതുവെ പച്ച കളറാണത്. അത് ആ കിരീടത്തിലുണ്ടായിരുന്നു. പക്ഷേ അബദ്ധവശാൽ അവരുടെ കയ്യിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ പോയി സ്വല്പം ഡാമേജ് ഉണ്ടായി അവിടെ കിടന്നു. ലിയനാർഡോ ഡാവിഞ്ചിയുടെ മോണോലിസ സേഫാണ്, അതവിടെ കിടപ്പുണ്ട്. അത് 1993 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സാധനം അവിടുന്ന് മോഷണം പോയായിരുന്നു. അത് അവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നു മോഷ്ടിച്ചത്. അത് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്ന് പിന്നീട് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മരം വെട്ടുന്ന മെഷീനല്ലേ നമുക്ക് കണ്ടിട്ടുണ്ട്. ഹാൻഡി ആയിട്ടുള്ള മരം വെട്ടുന്ന ഒരു ചെറിയ മെഷീനും അവരുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന് അതിൻ്റെ അകത്തുള്ള CCTV ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഏണി അത് എത്ര നിലയിൽ വേണമെങ്കിലും വലിച്ചു നീട്ടാവുന്നു. അത് കയറാം, നല്ല ബലം ഉണ്ടാവും. പക്ഷേ കണ്ടാൽ നമ്മുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വരുന്ന പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു സാധനം കൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഏതായാലും രസകരമായിരിക്കുന്നത്, ഇത്രയും വിലപിടിപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റിയുള്ള ഈ സ്ഥലത്ത് അടുത്ത കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ ചാടി അവിടെ പണിയുന്ന സ്ഥലത്തു നിന്ന് വന്ന് ഇതിനകത്തുനിന്ന് കയറി ഈ മോഷണം നടത്തിയ ശേഷം അവർ പോയത് ഒരു സ്കൂട്ടറിലാണ് 2 പേര്. ഇത് ലോകത്തെ ഞെട്ടിച്ച മോഷണമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉണ്ടായത്. മറ്റു വിവരങ്ങൾ ഒന്നും അറിയില്ല. അവിടുത്തെ ഒരു ഡയമണ്ട് 140 കാരറ്റുള്ളതാണ്. നമുക്ക് നമ്മുടെ സ്വർണ്ണം 24 കാരറ്റേ ഉള്ളൂ. 140 കാരറ്റുള്ള ഒരു ഡയമണ്ട് ആ രാജ്ഞിയുടെ കിരീടത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് താഴെ വീണ് അതിൻ്റെ കൂടെ തന്നെ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ലോകത്തെ ഞെട്ടിച്ച ഒരു മോഷണമാണ് ഈ ലൗറെ മ്യൂസിയത്തിൽ ഉണ്ടായത്. ഏതായാലും അതിൻ്റെ ഓപ്പറേഷൻ രീതിയെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരെയെല്ലാം ഞെട്ടിച്ച് കളഞ്ഞു. കാരണം 24 മണിക്കൂറും അതിന് ചുറ്റും അവിടുത്തെ ആംഡ് പോലീസ് റൗണ്ട് ചെയ്യുന്നതാണ്. അത്ര സെക്യൂരിറ്റി ഉള്ളിടത്ത് അവർ അടുത്തത് പണിതുകൊണ്ടിരിക്കുന്ന വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ മോഷണം എസ്കേപ്പ് റൂട്ടും എന്താണ്, ചെറിയൊരു മോട്ടോർ സൈക്കിളിൽ, ഒരു 2 വീലർ, ഒരു സ്കൂട്ടറിൽ അവർ കളഞ്ഞു.